നമ്മുടെ നാട്ടിലെ ആൾക്കാർ എങ്ങനെയാണ് കാർ വാങ്ങിക്കുന്നത്? ഒരാളുടെ കയ്യിൽ 5 ലക്ഷം ഉണ്ടെങ്കിൽ 10 ലക്ഷത്തിൻ്റെ കാർ വാങ്ങിക്കും, 10 ലക്ഷം ഉണ്ടെങ്കിൽ 20 ലക്ഷത്തിൻ്റെ കാർ ഉണ്ടാവും. സത്യത്തിൽ ഒരു കാർ വാങ്ങിക്കുന്നതോടെ നമ്മളുടെ എക്സ്പെൻസ് മാറുകയാണ്. കാറെന്ന് മാത്രമല്ല, ഞാൻ സിംബോളിക്കായിട്ട് പറയുന്നതാണ്, എല്ലാ എക്സ്പെൻസും, അത് വീടാവട്ടെ, കാറാവട്ടെ, വേറെ എന്തോ ആവട്ടെ, നമ്മൾ കയ്യിലുള്ളതിൻ്റെ പകുതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഒരു EMI ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ലോൺ ഫ്രീ ലൈഫിന് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ എപ്പോഴും നമുക്ക് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവണം. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഉള്ളതിൽ പകുതി ചിലവഴിക്കുക. അത് ബിസിനസ് തുടങ്ങുമ്പോഴായാലും അങ്ങനെ തന്നെയാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് 10 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ 20 ലക്ഷത്തിൻ്റെ ബിസിനസ് അല്ല തുടങ്ങേണ്ടത്. നമ്മൾ ആ 10 ലക്ഷത്തിന് 5 ലക്ഷം സ്പെൻഡ് ചെയ്തിട്ട് ഒരു ബിസിനസ് തുടങ്ങുക. എന്നിട്ട് ബാക്കി 5 ലക്ഷം എന്താ ഒരു എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യുക. ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും അത്യാവശ്യങ്ങൾ വരുമ്പോൾ ബിസിനസ്സിൽ ഒരു ഫണ്ട് ഇഞ്ചെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ട് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ലൈഫ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, നമുക്ക് 10 ലക്ഷത്തിന് നല്ല കാർ വാങ്ങിക്കാൻ പറ്റുമോ? 10 ലക്ഷത്തിന് പറ്റുന്ന കാർ വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബൈക്ക് വാങ്ങിച്ചാൽ മതി, അതല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചാൽ മതി. നമ്മളെപ്പോഴും ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ആഗ്രഹത്തിൻ്റെ പുറകെ പോകുന്നതിന് പകരം നമ്മളുടെ പ്ലാൻഡ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്ക് കൂടി മുമ്പോട്ടേക്ക് പോവുക. ഗ്രോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, അസറ്റ് എല്ലാവരും കാണും, നാട്ടുകാർ കാണും, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും കാണും. ബട്ട് ലയബിലിറ്റി ആരും കാണില്ല, നിങ്ങൾ മാത്രമേ കാണൂ. സോ മനസ്സിലാക്കുക, അറിഞ്ഞ് ചെലവഴിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.